ബി.ജെ.പി. ദേശീയ സെക്രട്ടറിയും മുൻ മുഖ്യമന്ത്രി എ.കെ. ആന്റണിയുടെ മകനുമായ ശ്രീ അനിൽ കെ ആന്റണി ഇന്ന് ന്യൂസ് 18 മീറ്റ് ദ ലീഡറിൽ പങ്കെടുക്കുകയാണ്. നമസ്കാരം. പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അനിൽ കെ ആന്റണി എന്തുകൊണ്ടാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലാത്തത് എന്ന്? ആര് ചോദിച്ചു എനിക്കറിയില്ല. പക്ഷേ ആദ്യമായിട്ട് ഈ ഷോയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് നന്ദി. എനിക്ക് പാർട്ടി ഓരോ ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഈ പാർട്ടിക്കകത്ത് ഓരോരുത്തർ സ്വയം തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെ പാർട്ടി ആര് സ്ഥാനാർത്ഥിയാകണം, ആര് സ്ഥാനാർത്ഥിയാകണ്ട എന്നൊക്കെ ഉള്ളത് സാധാരണ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കൂടെ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ്. ഞാൻ പാർട്ടിയുടെ ദേശീയ ടീം അംഗമാണ്. കാരണം ദേശീയ നേതൃത്വമാണ് ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത്. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും പാർട്ടി പ്രസിഡൻറ്റും എല്ലാം ഉൾപ്പെടെയുള്ളൊരു കമ്മിറ്റിയാണ്. അവരാണ് അവസാനം ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. എനിക്കിപ്പം പാർട്ടി ഒരുപാട് മറ്റ് ദൗത്യങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പം അഖിലേന്ത്യാ തലത്തിൽ, ദേശീയ തലത്തിലെല്ലാം പല ദൗത്യങ്ങൾ തന്നിട്ടുണ്ട്. എന്നോട് ഇപ്പോഴും അതാണ് പറഞ്ഞേക്കുന്നത്. കാരണം മത്സരിക്കുന്ന ഒരു ആവശ്യം. കേരളത്തിൽ ഇത്തവണ ബി.ജെ.പി. വലിയൊരു ടാസ്ക്കാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്തായാലും പരമാവധി സീറ്റുകൾ നേടണം എന്നുള്ളതാണ്. മാത്രമല്ല ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കുവാനുള്ള വലിയ ശ്രമമാണ് അടുത്ത കാലത്തായി നടന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അനിൽ ആന്റണി ഒരു ചോയ്സ് ആയിരുന്നുവല്ലോ കേരളത്തിൽ. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് 4-5 ദിവസമേ ഉള്ളൂ. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ പല സംസ്ഥാനങ്ങളിലും, ഇന്ത്യ മുഴുവൻ പല സംസ്ഥാനങ്ങളിലും എനിക്ക് പല രീതിയിലുള്ള ദൗത്യങ്ങളുണ്ട്. അത് കാരണമായിരിക്കും പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുമില്ല. ഈ പാർട്ടിയിലേക്ക് വന്ന സമയത്ത്, കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് വന്ന സമയത്ത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു കേരളത്തിൽ, പത്തനംതിട്ടയിൽ. അതിനുശേഷം അനിൽ ആന്റണി എവിടെയായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ടല്ലോ. എന്താണ് ശരിക്കും ബി.ജെ.പി. ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം? ദേശീയ തലത്തിലൊക്കെ ഫോളോ ചെയ്തവർക്ക് അനിൽ ആന്റണി എന്താ ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പം പാർട്ടിയുടെ ദേശീയ വക്താവാണ്, ദേശീയ സെക്രട്ടറിയാണ്. പിന്നെ ഇപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില സംസ്ഥാനങ്ങളുടെ ഇൻചാർജാണ്. പല പാർട്ടി പ്രോഗ്രാമുകൾ പല രീതിയിലായിട്ട് ഞാൻ എൻ്റെ കോർഡിനേഷൻ ചെയ്യുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലായിട്ട്. ഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സ് ബേസ്ഡായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഒരുപാട് നാളായിട്ട് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ദൗത്യം? ബി.ജെ.പി. ഏത് ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? കേരളത്തിലിപ്പം ക്യാമ്പയിനർ, സ്റ്റാർ ക്യാമ്പയിനർ ലിസ്റ്റിൽ ഉണ്ട് ക്യാമ്പയിൻ. ഇപ്പം പലയിടത്തും നമ്മുടെ പാർട്ടി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു പ്രകടനവും പാർട്ടി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബി.ജെ.പി. ഇപ്രാവശ്യം നല്ല സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. നല്ല എല്ലാ മണ്ഡലങ്ങളിലും ഒന്നിലധികം, ഒരുവിധം എല്ലാ ജില്ലകളിലും ഒന്നിലധികം മണ്ഡലങ്ങളിൽ നമ്മൾ വളരെ ശക്തമായി കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പരമാവധി കാൻഡിഡേറ്റ്സ് വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതിനായി ഇവരുടെയൊക്കെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എന്തെങ്കിലും ഒരുപാട് കോർഡിനേഷൻ വർക്കുകളും ക്യാമ്പയിനിങ് ടാസ്കുകളും നമുക്കെല്ലാം തന്നിട്ടുണ്ട്. അത് എത്രമാത്രം പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. വലിയ പ്രതീക്ഷയാണല്ലോ ഇത്തവണ ബി.ജെ.പി. കേരളത്തിൽ വെച്ച് പുലർത്തുന്നത്. പക്ഷേ ഓരോ തവണയും അങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴും അവസാനം കിട്ടുന്നത് 2016 ഒരു സീറ്റിനപ്പുറം ഒന്നും കിട്ടിയിട്ടില്ല. ലോക്സഭയിൽ ഒരു സീറ്റും കിട്ടി. ഇത്തവണ എന്താണ് പ്രതീക്ഷ? ഇപ്പോൾ അനിൽ ആന്റണിക്ക് കേരള പൊളിറ്റിക്സ് ഇപ്പോൾ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. സീറ്റൊരു യാത്ത് സ്റ്റിക്ക് മാത്രമാണ്. ഇപ്പം നമ്മൾ സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ശരിയാണ്, കുറച്ച് നാളായിട്ട് 2016 കഴിഞ്ഞ സീറ്റ് ജയിച്ചിട്ടില്ല. പക്ഷേ നമ്മളതിൻ്റെ വേറൊരു പിക്ചറിൽ നോക്കുകയാണെങ്കിൽ പാർട്ടി വളരെ സ്റ്റഡി ആയിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു ഗ്രാഫാണ്. ഇപ്പോൾ 2010 മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ NDAക്ക് 10% താഴെയായിരുന്നു വോട്ട് ഷെയർ. 6% ബി.ജെ.പിയുടെ വോട്ട് ഷെയർ. 2016 ആയപ്പോഴത്തേനും 13%. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേനും 20% വോട്ട് ഷെയറായി NDAക്ക്. ആദ്യമായിട്ടൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചു. പിന്നെ ഇപ്രാവശ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 2000-ലധികം ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. 30ഓളം പഞ്ചായത്തുകൾ ജയിച്ചു, 2 മുനിസിപ്പാലിറ്റി, 1 കോർപ്പറേഷൻ. ആദ്യമായിട്ടൊരു മേയറും ഡെപ്യൂട്ടി മേയറും ഉണ്ടായി. അതും ഏതെങ്കിലും ഒരു കോൺസെൻട്രേറ്റഡ് ഏരിയയിലല്ല, കേരളത്തിലെ എല്ലാ ജില്ലയിലും ഗ്രോത്ത് ഉണ്ട്. അപ്പം ഗ്രോത്ത് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് സീറ്റുകളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഓരോ സംസ്ഥാനങ്ങളും പാർട്ടിയുടെ ട്രജക്ടറി പല ഈ സ്റ്റെപ്പിലാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ 3-4 ഉദാഹരണങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയറായിട്ട് മനസ്സിലാവും. അതായത് നമ്മൾ ഈ പാർട്ടി തുടങ്ങിയ സമയത്ത് 84-ൽ 2 സീറ്റ് ഉണ്ടായിരുന്നല്ലോ, 2 ലോക്സഭാ എംപിമാരുണ്ടായിരുന്നൊരു പാർട്ടിയായിരുന്നു. പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. പക്ഷേ ഓരോ സംസ്ഥാനം നോക്കുമ്പോഴും ഇതുപോലത്തെ ഒരു ട്രജക്ടറിയാണ്. ഫോർ എക്സാമ്പിൾ ആസാം. ആസാമിൽ 2014 മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
2 MLA അതുണ്ടായിരുന്നത് 10% താഴെ വോട്ട് ഷെയർ. 2016 ആയപ്പോഴത്തേനും നമ്മളവിടെ ഒരു കോളിഷൻ ഗവൺമെൻറ് ഉണ്ടാക്കി. 21 ആയപ്പോഴത്തേനും ഫുൾ മെജോറിറ്റി ആയി. ഇപ്പം 3ാമത്തെ പ്രാവശ്യം വിജയിക്കാൻ പോവുകയാണ്. ഇപ്പം വെസ്റ്റ് ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെയും 2014 മുമ്പ് വെറും 3 MLA മാരായിരുന്നു. 3 MLA സിംഗിൾ ഡിജിറ്റ് വോട്ട് ഷെയർ. അതിൽ നിന്ന് അടുത്ത പ്രാവശ്യം 11 പിന്നെ 77 കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം നമ്മൾ അവിടെ കണ്ടസ്റ്റീവാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് വേണ്ടി തന്നെ കണ്ടസ്റ്റീവാണ്. അപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന നോർത്ത് ഈസ്റ്റ് മേഖലകളിലെല്ലാം 7 കൊല്ലം മുമ്പ് ഒറ്റ NDA ഗവൺമെൻറ് ഇല്ല. 8 സ്റ്റേറ്റുകളുണ്ട്. ഇന്നവിടെ 8-ൽ 7 NDAയുടെയാണ്, 4 BJP ഒറ്റയ്ക്ക് ഭരിക്കുന്നു. ഇതെല്ലാം ഏറ്റവും വലിയ പാർട്ടിയാണ് അവിടെ. ഈ താങ്കൾ പറഞ്ഞ പോലെ അവിടെ എല്ലാം 4-5 സ്റ്റേറ്റുകളിലെല്ലാം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളാണ്. അവിടെ എല്ലാം NDA ഗവൺമെൻറ് അല്ലെങ്കിൽ BJP ഗവൺമെൻറ്റാണ്. അപ്പം ഇന്ത്യയിലിപ്പം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു. കേരളത്തിലല്ല, ഈ കേരളത്തിനല്ലാത്തതിനൊരു കാരണമായിട്ട് ഇപ്പോൾ പല നേതാക്കളും, ഇപ്പോൾ കോൺഗ്രസിൻ്റെതാണെങ്കിലും CPM-ൻ്റെതാണെങ്കിലും, കോൺഗ്രസിൻ്റെ ആണെങ്കിൽ ശ്രീ AK ആന്റണി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് BJPക്ക് കേരളത്തിൽ വളക്കൂർ ഉണ്ടാവുന്നില്ല എന്ന്. അതായത് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടല്ല കേരളം എന്നുള്ളതാണ്. താങ്കൾ ഇത്തവണയും അങ്ങനെയാണ് നേതാക്കന്മാർ അതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നല്ലോ, അതായത് പല സംസ്ഥാനങ്ങളിലും പല ഗ്രോത്ത് ട്രജക്ടറിയാണ്. ഇപ്പം ഈ ആസാമും ബംഗാളിലും ഒക്കെ നമ്മൾ 2011-12 കണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇന്ന് 20% വോട്ട് ഷെയർ ഉള്ളൊരു മുന്നണിയാണ്. തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ 25, 30, 35 ഒക്കെ ആകും. പക്ഷേ അതിനൊരു സമയമെടുക്കും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലും നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു വോട്ട് ഷെയർ, അതായത് പാർട്ടി എക്സ്പെക്റ്റ് ചെയ്യുന്നതും മുന്നണി നമ്മൾ ഒരു ടാർഗറ്റായിട്ട് കാണുന്നതും 25% വോട്ട്സാണ്. നമ്മൾ അതിനുവേണ്ടിയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതിൽ മാക്സിമം സീറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. പക്ഷേ ഈ റിമാർക്ക് താങ്കൾ അത് തള്ളിക്കളയുകയാണ് അല്ലേ? ഈ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടല്ല കേരളം, അതുകൊണ്ടാണ് BJPയെ തടഞ്ഞു നിർത്തുന്നത് എന്ന്. അത് വെറും രാഷ്ട്രീയ പൊളിറ്റിക്സ് കാരണം ചിലവർ പറയുന്ന കാര്യമാണ്. ഈ പറയുന്ന കേട്ടാത്തൊന്നും വേണ്ട ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്ന്. പക്ഷേ അത് യാഥാർത്ഥ്യമല്ല. ഇപ്പം ഗോവയായാലും ലഡാക്കായാലും പഞ്ചാബായാലും ഇപ്പം പഞ്ചാബിൽ ഇപ്പം ഇല്ല, പക്ഷെ നേരത്തെ BJP സഖ്യകക്ഷികളോട് അവിടെ ഭരിച്ചിട്ടുണ്ട്. അതുപോലെ നോർത്ത് ഈസ്റ്റ് ആയാലും ഇവിടെ എല്ലാം മൈനോറിറ്റീസ് കൂടുതലുള്ള സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും BJP എന്തെങ്കിലും ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അത് മൈനോറിറ്റീസിനും ഈ പാർട്ടിയോട് അങ്ങനെ തൊട്ടുകൂടായ്മയൊന്നുമില്ല. അവരും നമുക്ക് എല്ലായിടത്തും വോട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഈ 2 മുന്നണികളുടെ ഒരു വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ പറഞ്ഞതുപോലെ ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പം UDFന് 18 സീറ്റ് ഉണ്ടായിരുന്നു, ഇടതുപക്ഷത്തിന് 1 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്കും 33-34% വോട്ട് ഷെയർ ഉണ്ടായിരുന്നുള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് 25% താഴെയായിരുന്നു വോട്ട് ഷെയർ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഇപ്പം കോൺഗ്രസ് ആയാലും ലെഫ്റ്റ് ആയാലും അവരുടെ ട്രജക്ടറി താഴേക്കാണ്. ഇപ്പോൾ ഈ കേരളത്തിലും ഇന്ന് മുകളിലേക്ക് ട്രജക്ടറി ഉള്ള ഒരു പാർട്ടി BJP ആണ്. പക്ഷേ ഇപ്പം എല്ലാം ഒരു ഇലക്ഷൻ സൈക്കിളിൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇനിയും സമയം വേണ്ടി വരും. ഈ ഇലക്ഷൻ നമ്മൾ തീർച്ചയായിട്ടും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇപ്പം 25%-ൽ കൂടുതലാണ് നമ്മൾ ഓവറോൾ വോട്ട് ഷെയർ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ ലെജിറ്റായിട്ടുള്ളൊരു ഫ്രണ്ടായിരിക്കും. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നമ്മളിപ്പം LDFനെയോ UDFനെയോ സഹായിക്കാനല്ല നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും നമ്മൾ വിജയിക്കാൻ തന്നെയാണ് നമ്മൾ പോരാടുന്നത്. അതിനു വേണ്ടിയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഇപ്പം എല്ലാ ജില്ലയിലും, ഇപ്പം തിരുവനന്തപുരം ജില്ലയിലൊക്കെ 14 അസംബ്ലി മണ്ഡലത്തിൽ എല്ലാ മണ്ഡലവും നമ്മൾ കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഇപ്പം നല്ലൊരു വേവ് വന്നാൽ അവിടെ എല്ലാ സീറ്റും നമുക്ക് ജയിക്കാൻ സാധിക്കും. അല്ലെങ്കിലും കുറേ സീറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഇത് തന്നെയാണ് പതുക്കെ എല്ലാം ഉണ്ട്. എല്ലാ ജില്ലയിലും താങ്കളെ കുറേ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ BJP ദേശീയ നേതൃത്വം. ഇപ്പോൾ BJPയിൽ ഒരുപാട് നേതാക്കൾ വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വരുന്നുണ്ട്, CPM-ൽ നിന്ന് വരുന്നുണ്ട്, CPI-യിൽ നിന്ന് വരുന്നുണ്ട്. ആ ഒരു ടാസ്ക് താങ്കൾക്കുണ്ടോ, ഇങ്ങനെ നേതാക്കളെ BJPയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്? കാരണം കോൺഗ്രസിലും മറ്റു പാർട്ടികളിലും മനമെടുത്ത് നിൽക്കുന്ന നേതാക്കളെ. നരേന്ദ്രമോദിജിക്ക് ഒരു ലോങ് ടേം വിഷനുണ്ട് ഈ രാജ്യത്തെക്കുറിച്ച്. അതായത് 2047 ഇന്ത്യയുടെ 100ാമത്തെ വർഷം, ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിൻ്റെ 100ാം വർഷം ഒരു വികസിത അപ്പർ മിഡിൽ ഇൻകം ഡെവലപ്ഡ് കൺട്രി ആക്കുക. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ടാർഗറ്റാണ്. അതുപോലെ ഇന്ത്യയുടെ ഡെമോഗ്രാഫിക്സ് നോക്കുമ്പോൾ വളരെ യങ് ആയിട്ടുള്ളൊരു പോപ്പുലേഷനാണ്. അത് 28 ആണ് നമ്മുടെ മീഡിയൻ ഏജ്. അപ്പം യുവാക്കൾ കൂടുതൽ ഈ ഏരിയയിലും
ഫോക്കസ്ഡ് ആവണം എന്നുള്ളത് മോദിജിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഇപ്പം 1 ലക്ഷം യുവാക്കൾ, ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത 1 ലക്ഷം പേരെ ഈ സിസ്റ്റത്തിനകത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പാർട്ടിക്കകത്തും ഗവൺമെൻറ്റിനകത്തും നടക്കുന്നുണ്ട്. അപ്പോൾ പഴയ നേതാക്കൾ വേണ്ട എന്നുള്ളതാണ് മറ്റ് പാർട്ടികളിൽ അല്ലേ പല സംസ്ഥാനങ്ങളിലും ഇപ്പം ഉദാഹരണം ഇപ്പം ഒരുവിധം ഉള്ള ഒരുപാട് സംസ്ഥാനങ്ങളിൽ മറ്റ് പാർട്ടിയിൽ നിന്ന് വന്ന് ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് തന്നെ അപ്പം ഇന്നത്തെ ആസാം മുഖ്യമന്ത്രി, അതുപോലെ പലരും ഉണ്ട്. ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ, ജിതിൻ പ്രസാദ്, അങ്ങനെ ഒരുപാട് പേർ കോൺഗ്രസ്സിൽ നിന്ന് വന്നവരാണ്. ഒരുപാട് അവരെല്ലാം ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അവർക്ക് കൊടുത്ത റോളുകളിൽ. അപ്പോൾ ഇത് തന്നെ എല്ലാ സ്റ്റേറ്റിലും ഇങ്ങനത്തെ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ മറ്റ് പാർട്ടിയിൽ നിന്ന് വന്നവരെ ഈ പാർട്ടിയിൽ പ്രോത്സാഹിപ്പിക്കില്ല എന്നില്ല. പക്ഷേ ഇതിനകത്ത് ഒരു റോഡ് മാപ്പുണ്ട്. പിന്നെ എല്ലാവരും മോദിജിയുടെ വിഷനും ഇന്ത്യയെക്കുറിച്ചുള്ള ആ നേഷൻ ഫസ്റ്റ് എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ കേരളത്തിൽ താങ്കൾക്ക് അങ്ങനെ ഒരു ടാസ്ക് ഉണ്ടോ? കാരണം താങ്കൾക്ക് നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. പിന്നെ ശ്രീ എ കെ ആന്റണിയുടെ മകൻ എന്നുള്ളൊരു പ്രതിച്ഛായ താങ്കൾക്കുണ്ട്. അപ്പോൾ അത് താങ്കളുടെ മുന്നിൽ അങ്ങനെ ഒരു ടാസ്ക് ഉണ്ടോ? കൂടുതൽ നേതാക്കളെ ആകർഷിക്കുക എന്നുള്ളത് ബിജെപിയിലേക്ക് അങ്ങനെ ആരെയെങ്കിലും അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടോ? അങ്ങനെ വരാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടോ? ഇതിനകത്ത് ഒരുപാട് പേര് വരും. ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പം ബിഹൈൻഡ് ദ സീൻസ് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പബ്ലിക്കലി വിളിച്ചു പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് പേർ ഈ പാർട്ടിക്കകത്ത് വരും. കാര്യം അത് ഞാൻ കാരണമോ അല്ലെങ്കിൽ മറ്റാൾക്കാർ കാരണമല്ല. അവർക്കെല്ലാം ഈ പ്രധാനമന്ത്രിയുടെ ആ ലോങ് ടേം വിഷനെക്കുറിച്ച് ഇന്ന് വിശ്വാസമുള്ള ഒരുപാട് പേരുണ്ട്. അതുപോലെ ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ ആ ദിശാബോധമില്ലായ്മയെക്കുറിച്ചും ഒരുപാട് പേർക്ക് അവർക്ക് ഗ്രീവിയൻസ് ഉണ്ട്. അതായത് ഇന്നത്തെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടി അവർ കുറച്ച് നാളായിട്ട് ഇന്ന് ഇന്ത്യൻ റിയാലിറ്റി ആയിട്ട് വളരെ കട്ട് ഓഫായി വേറൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അത് കാരണമാണത് ഒരുവിധം ഇന്ത്യയിലുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഈ പാർട്ടി ഇത്രയും താഴേക്ക് പോകാൻ കാരണം അതുപോലുള്ളൊരു അവരുടെ ഒരു ചിന്താഗതിയാണ്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മുന്നേറാൻ സാധിച്ചിട്ടുമുണ്ട്. 100ലേക്ക് സംഖ്യ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. മുന്നേറ്റമൊക്കെ ഏതൊരു പെർസ്പെക്റ്റീവാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പും BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നു. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 3 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് നമ്പർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ്, അതായത് 240. പക്ഷേ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ എല്ലാം കൂടെ കൂട്ടിയാലും 240 താഴെയാണ്. എല്ലാം കൂടെ 44, 52, 99 ഈ 99 എന്ന് പറയുന്ന വലിയൊരു വിജയമായിട്ട് ആർക്കും കാണാൻ സാധിക്കില്ല. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിനേക്കാൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. എന്നാലും കോൺഗ്രസിൽ നിൽക്കാതിരുന്നു നന്നായി എന്ന് താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടല്ലേ? BJPയിലേക്ക് വന്നതിന് ശേഷം താങ്കൾക്ക് കിട്ടിയ ഒരു സ്വീകാര്യത എത്രത്തോളമുണ്ട് പാർട്ടിയിൽ? കോൺഗ്രസിൽ നിന്ന് മാറിയത് നന്നായി എന്നുള്ള തോന്നൽ എന്തായാലും ഉണ്ടല്ലോ അല്ലേ? പാർട്ടി ഉത്തരവാദിത്തങ്ങൾ തരുന്നുണ്ട്, ദൗത്യങ്ങൾ തരുന്നുണ്ട്. പിന്നെ രാജ്യത്തിന് വേണ്ടിയും പ്രധാനമന്ത്രിക്ക് വേണ്ടിയും പ്രവർത്തിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുമുണ്ട്. കാരണം അനിൽ ആൻ്റണി വളരെ ഒരു റിഗ്രറ്റും ഇല്ല. ഇതേപോലെ ഇനിയും കൂടുതൽ ആൾക്കാർ വരുമെന്നും എനിക്കറിയാം. കാര്യം ഇന്ന് ഇന്ത്യ എന്ന ഈ മഹാരാജ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിപ്പം നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇപ്പം ആഗോളതലത്തിലായാലും ദേശീയ തലത്തിലായാലും ഇന്ന് ഇപ്പോൾ IMFും വേൾഡ് ബാങ്കും വരെ പറയുന്നു ഇന്ന് റിസഷനൊക്കെ ഉള്ള സമയത്തും ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ ഒരു സാമ്പത്തിക മന്ദത ഉള്ളപ്പോഴും എല്ലാവരും പറയുന്നു ഇന്ത്യ ഈസ് ദ ലോൺ ബ്രൈറ്റ് സ്പോട്ട്. അല്ലെങ്കിൽ ഓരോ ക്രൈസിസ് നമ്മൾ കണ്ടപ്പോൾ കഴിഞ്ഞ 5-6 വർഷം, ഇപ്പോൾ കോവിഡ് ആയാലും ഇപ്പം ഇന്നിപ്പം മിഡിൽ ഈസ്റ്റ് നടക്കുന്ന ഇതിൻ്റെ ഇടയ്ക്കും എല്ലാം ഇന്ത്യക്കൊരു റോൾ ഇന്ന് പ്രധാനമന്ത്രി കാരണമുണ്ട്. അപ്പോൾ ഒരു ഓവറോൾ ഇദ്ദേഹത്തിനൊരു ഗുഡ് വില്ലുണ്ട്. രാജ്യം നല്ല രീതിയിൽ ഇതുകൊണ്ട് കൂടുതൽ നേതാക്കൾ വരുമെന്നും താങ്കൾ വിശ്വസിക്കുന്നുണ്ട് കോൺഗ്രസിന്? ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയായ പത്മജ വേണുഗോപാൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. K കരുണാകരൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അദ്ദേഹം BJPയിൽ എത്തുമായിരുന്നു എന്ന്. അങ്ങനെ വരികയാണെങ്കിൽ ശ്രീ A K ആന്റണി പോലും ഒരു പക്ഷേ BJPയിൽ എത്താം എന്നൊരു കാര്യമുണ്ടോ ഇപ്പോൾ? കാരണം അത്രമാത്രം കോൺഗ്രസിൽ ആളുകൾക്ക് മടുപ്പായി തുടങ്ങിയിട്ടുണ്ട്. BJP ആണ് ഇനി ഭാരതത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒരു ശക്തിയെന്ന്. ആരൊക്കെ വരാതിരിക്കാൻ ഇപ്പം പഴയ കാര്യങ്ങൾ നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇന്നിപ്പം കോൺഗ്രസിൽ നിന്ന് വളരെ പ്രമുഖരായ ഒരുപാട് പേർ കഴിഞ്ഞ 2-3 വർഷത്തിൽ ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം മുൻ മുഖ്യമന്ത്രിമാർ, ഇപ്പോൾ പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രി, ആന്ധ്രാപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി, കർണാടകയിലെ മുൻ മുഖ്യമന്ത്രി, ഇന്ന് വടക്ക് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലെ 3-4 ഇന്നത്തെ മുഖ്യമന്ത്രിമാർ പഴയ കോൺഗ്രസ്സുകാരാണ്. അവരെല്ലാം BJPയിൽ ജോയിൻ ചെയ്തത് പല കാരണത്തിലാണ്. പക്ഷേ അവരെല്ലാം നല്ല രീതിയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പല കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസിൽ നിന്ന് വന്നവരാണ്. പക്ഷേ കോൺഗ്രസിൽ നിന്ന് ഇപ്പം BJPയിൽ അല്ലാതെയും മറ്റ് പാർട്ടിയിലും ഒരുപാട് പഴയ കോൺഗ്രസ്സുകാരുണ്ട്. ഇപ്പം പല പാർട്ടിയിലെ 2 അല്ലാത്ത പല പാർട്ടികളുടെയും
നേതൃത്വം പഴയ കോൺഗ്രസ്സുകാരാണ്. ഇവരെല്ലാം വിട്ടുപോയതിന് കാരണം എന്താണെന്നുള്ളത് കോൺഗ്രസ് ഇതുവരെ അവരൊരു ഒരു ഇതുവരെ അവർ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഭാവി തീർച്ചയായിട്ടും BJP തന്നെയാണ്. ഇന്ന് ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഈ പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു സ്വീകാര്യതയുണ്ട്. ഇപ്പം BJP മറ്റ് നേതാക്കളെ ഇതിനകത്തേക്ക് കൊണ്ടുവരാനൊന്നും ശ്രമിക്കാറില്ല. നമ്മൾ കൂടുതൽ ജനങ്ങളും കൂടുതൽ ഇപ്പം പ്രധാനമന്ത്രി 4 സെക്ഷനെയാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. ഗരീബ്, യുവ, അന്നദാത, നാരി. അതായത് പാവപ്പെട്ടവർ, കർഷകർ, വനിതകൾ, യുവാക്കൾ. ഈ 4 വിഭാഗത്തിലെ പരമാവധി ആൾക്കാരെ ഈ പാർട്ടിയുടെ കൂടെ ചേർക്കാൻ ഒരു ലോങ് ടേം, ഷോർട്ട് ടേം ഒരു ഔട്ട്റീച്ച് ഉണ്ട്. അപ്പോൾ കേരളത്തിൽ എല്ലാ പൊതുവെയുള്ള രാഷ്ട്രീയ വിലയിരുത്തലുണ്ട്. കേരളത്തിൽ ഇത്തവണ ഭരണം UDF നഷ്ടമാവുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ മറ്റു പാർട്ടികളിലേക്ക് പോകുമെന്ന്, അത് വലിയ നേതാക്കളുടെ പേരുകൾ പോലും അതിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. താങ്കൾക്കും അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്? അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ AK ആന്റണി പോലും ഒരു പക്ഷേ BJP ആയേക്കാം. എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റ് കോൺഗ്രസ്സുകാരെ കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് വളരെ ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിൽ LDF മൂന്നാമത്തെ പ്രാവശ്യം തിരിച്ചു വരില്ല. ജനങ്ങളുടെ ഇടയിൽ അവർ അത്രയ്ക്ക് അൺപോപ്പുലറായി കഴിഞ്ഞു. സാധാരണ വിചാരിക്കുന്നത് പോലെ LDFും അല്ലെങ്കിൽ UDF എന്നുള്ളൊരു സാഹചര്യമല്ല ഇന്ന് സംസ്ഥാനത്തുള്ളത്. കാര്യം ഇന്ന് ജനങ്ങൾ വളരെ വ്യക്തമായിട്ട് അവരൊരു തേർഡ് ഓപ്ഷൻ കാണുന്നുണ്ട്. ഇന്നിപ്പം ഓരോ എല്ലാവരും അവരുടെ മാനിഫെസ്റ്റോ അവർ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. BJPയുടെ മാനിഫെസ്റ്റോ ആയാലും നേതൃത്വമായാലും, ഇപ്പം കേന്ദ്ര നേതൃത്വം മാത്രമല്ല സംസ്ഥാന നേതൃത്വമായാലും, ഇപ്പോൾ ഇന്ന് സംസ്ഥാനത്തിന് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം, ഇപ്പം എല്ലാ കൊല്ലവും ഏകദേശം 3 തൊട്ട് 4 ലക്ഷം വരെ യുവാക്കൾ നാട് വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അതിന് കാരണം ഇതിനകത്ത് അവസരങ്ങളില്ലാത്തത് തന്നെയാണ്. ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ ബേസ് ഇല്ല. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പം ഇത്രയും മാൻ പവറിനെ അബ്സർവ് ചെയ്യാനുള്ള ഒരു ഇൻഡസ്ട്രിയും ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും എല്ലാവരും മാനിഫെസ്റ്റോ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ BJPക്കകത്ത് മാനിഫെസ്റ്റോയിൽ മാത്രമേ, NDA മാനിഫെസ്റ്റോയിൽ മാത്രമേ വളരെ ക്ലിയറായിട്ട് ഇപ്പം 6 സിറ്റി ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം നല്ലൊരു പഠനമൊക്കെ നടത്തി ചെയ്ത കാര്യമാണ്. അല്ലാതെ വെറുതെ ആരെങ്കിലും എഴുതി വയ്ക്കുന്ന കാര്യമല്ല. എന്ന് പറഞ്ഞാൽ 6 സിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോ സിറ്റിയുടെയും അതിൻ്റെതായ രീതി അനുസരിച്ച് 6 ഇൻഡസ്ട്രിയൽ ഹബ്ബ് ഉണ്ടാക്കാനുള്ളൊരു പദ്ധതി. അപ്പോൾ ഇതൊക്കെ കാരണം ലക്ഷക്കണക്കിന് മലയാളികൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. ഇത് മറ്റുള്ള എന്തായാലും NDA അധികാരത്തിലെത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. LDF അല്ലെങ്കിൽ UDF ആണ് വരാൻ പോകുന്നത്. പക്ഷേ BJPക്ക് കൂടുതൽ താല്പര്യം LDF വരുന്നതല്ലേ? കാരണം കോൺഗ്രസിൽ നിന്ന് കുറേ നേതാക്കളെങ്കിലും BJPക്ക് കിട്ടിയേക്കാം കേരളത്തിൽ. അങ്ങനെ വരുമ്പോൾ BJPക്ക് LDF വരണമെന്നോ UDF വരണമെന്നോ ആഗ്രഹമില്ല. ഇവർ രണ്ടുപേരും വരരുത്, NDA തന്നെ വരണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ ഇപ്പം ഇതിൽ ആര് ജയിക്കണം തോക്കണമെന്നുള്ളതും നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇതിൽ ആര് ജയിച്ചാലും തോറ്റാലും NDA ജയിക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് താങ്കൾ ഒരു വലയത്തിനുള്ളിലായിരുന്നു. കാരണം ശ്രീ AK ആന്റണിയുടെ മകൻ എന്നുള്ള ആ ഒരു പ്രതിച്ഛായക്കുള്ളിൽ തന്നെയായിരുന്നു. എന്തിനാണ് അദ്ദേഹം BJPയിലേക്ക് വന്നത്, അത് AK ആന്റണിയെ പേഴ്സണലായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ എന്നൊക്കെ. ആ വലയത്തിൽ നിന്ന് താങ്കൾ പുറത്ത് കടന്നു. ഇപ്പോൾ ഒരുപാട് സമയം പോയി. ഇന്ന് അനിൽ ആന്റണി 100% ഒരു BJP പ്രവർത്തകനാണ്. ഇന്ന് ശ്രീ നരേന്ദ്രമോദിജിക്ക് വേണ്ടിയും BJPക്ക് വേണ്ടിയും വളരെ അഭിമാനത്തോടെ പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ്. അത് പണ്ടേ എങ്ങനെയായിരുന്നു, 3 വർഷമായിട്ട് അങ്ങനെയാണ്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് 2 വർഷമായി. പക്ഷേ ഇന്ന് അതിനേക്കാൾ വളരെ സീരിയസ് ആയിട്ട് എനിക്ക് ഉള്ള കർത്തവ്യങ്ങൾ ചെയ്യുന്നു, അല്ലാതെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല. താങ്കൾ പറഞ്ഞ പോലെ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു മുന്നണി, പ്രത്യേകിച്ച് NDA അല്ലാതെ ഏതെങ്കിലും ഒരു മുന്നണി വിജയിക്കണമെന്ന് നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആര് തോറ്റാലും അതിൽ നിന്ന് ഒരുപാട് പേർ തീർച്ചയായിട്ടും BJPയിലേക്ക് വരും. ജയിക്കുന്നവരായാലും അതിൽ നിന്നും ഒരുപാട് പേർ ഇങ്ങോട്ട് വരും. തീർച്ചയായിട്ടും നടക്കാൻ പോകുന്നത് വരും നാളുകളിൽ ഇവിടെ BJP കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാകും. ഇവിടെയും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ പറഞ്ഞ പോലെ ഇവിടെയും സർക്കാരുകളുണ്ടാക്കും. BJPയുടെ ഇന്ന് MP ഉണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട MP ഉണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, മേയറുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്, അതുപോലെ MLA മാരും ഉണ്ടാകും, മന്ത്രിമാരും ഉണ്ടാകും, മുഖ്യമന്ത്രിയും ഉണ്ടാകും. ഇത് ഉറപ്പാണ്.
ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ എന്നൊരു വ്യക്തിയുണ്ട് കേരളത്തിൽ. അദ്ദേഹം MLA ആണ്, പുതുപ്പള്ളിയിൽ ഇത്തവണയും മത്സരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ മകൻ. അദ്ദേഹം സ്വന്തം നിലയ്ക്ക് തന്നെ കോൺഗ്രസിൽ ഒരു അഡ്രസ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് താങ്കളും ശ്രദ്ധിക്കുന്നതാണല്ലോ, അദ്ദേഹത്തിന്റെ പ്രവർത്തനം വഴി പുതുപ്പള്ളിയിൽ. ഇത്തവണയും അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയൊക്കെ. അപ്പോൾ കോൺഗ്രസിൽ നിന്നും ഈ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കുകയല്ലേ അദ്ദേഹത്തെ പോലെയുള്ള നേതാവ്? എനിക്ക് തോന്നുന്നു താങ്കളുടെ ഒരു സുഹൃത്തു കൂടിയായിരിക്കും അദ്ദേഹം, അല്ലേ? ചാണ്ടി ഉമ്മൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ ഇന്ന് അനിൽ ആൻ്റണിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റുള്ളവരുടെ ഉദ്ദേശം കോൺഗ്രസ്സിന് അകത്ത് നിന്ന് പ്രവർത്തിച്ച് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് പ്രൂവ് ചെയ്യാനുള്ളതല്ല. നമുക്ക് വേറെ ഹയർ ആസ്പിറേഷൻസ് ഉണ്ട്. ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. അതിനുള്ള കാര്യങ്ങൾ ഇന്ന് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ്. ഇന്ന് അങ്ങനെയുള്ളൊരു വിഷനും ലോങ് ടേം റോഡ് മാപ്പും ഉള്ള ഇന്ത്യയിലെ ഒരേ ഒരു ലീഡർ ശ്രീ നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യക്കകത്തുള്ള ഓരോ സംസ്ഥാനത്തെക്കുറിച്ചും നല്ലൊരു റോഡ് മാപ്പുണ്ട്. ഇപ്പം 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാകുമ്പോൾ കൂടെ എല്ലാ സംസ്ഥാനങ്ങളും അതേ നിലവാരത്തിലെത്തണം. ഇപ്പോൾ കേരളവും ഒരു വികസിത കേരളമാകണം. നോർത്ത് ഈസ്റ്റ് ആയാലും ഫുള്ളി ഡെവലപ്ഡും ഫുള്ളി ഇൻ്റഗ്രേറ്റഡും ആയിട്ടുള്ള ഒരു റീജിയനായി മാറണം. അതുപോലെ മറ്റ് ബോർഡർ ഏരിയയിലായാലും അതിൻ്റെതായ ഓരോ ഫുള്ളി സുരക്ഷിതമായ ഏരിയകളാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ BJPക്ക് കിട്ടിയിട്ടും കോർപ്പറേഷനായിട്ട് എന്തെങ്കിലും പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. അങ്ങനെയുള്ള തടസ്സങ്ങൾ വരുന്നുണ്ടല്ലോ. അത് സംസ്ഥാന BJPയെയും കുഴയ്ക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറുന്നില്ലേ? കാരണം നേടിക്കൊടുത്തു ഒരു കോർപ്പറേഷൻ, എന്നിട്ടും സെൻട്രലിൽ നിന്ന് അതിന് ഉതകുന്ന രീതിയിലുള്ള പിന്തുണ കിട്ടുന്നില്ല. ഇപ്പം വന്നിട്ട് 3-4 മാസമല്ലേ ആയുള്ളൂ. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP വിജയിച്ചതൊരു ചരിത്രം തന്നെയാണ്. കാര്യം എന്നും ശക്തിയുള്ളൊരു ഏരിയയാണത്. പക്ഷേ കഴിഞ്ഞ 2-3 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയത്തിൻ്റെ എത്തിയെങ്കിലും വിജയിക്കാൻ സാധിച്ചില്ല. ഇപ്രാവശ്യം നമ്മൾ ആ ലൈൻ ക്രോസ് ചെയ്തു. ഇന്ന് ഒരു മേയറുണ്ട്. ഇതൊരു ചെറിയ സംഭവമല്ല. കാര്യം ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം 1984 വെറും 2 സീറ്റുണ്ടായിരുന്ന പാർട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് 87 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടന്ന ഗുജറാത്തിലാണ്. ആ സമയത്ത് ഗുജറാത്തിൽ MLA-മാരൊന്നുമില്ല, പാർട്ടിക്ക് ഒറ്റ MLA ഇല്ല. ആ സമയത്താണ് അഹമ്മദാബാദ് കോർപ്പറേഷൻ ജയിച്ചത്. അതിൻ്റെ ശില്പികളിലൊന്നാണ് ഇന്നത്തെ പ്രധാനമന്ത്രി. ജയിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതൊരു മോഡലാക്കി അവിടെ നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിച്ചു. 98 BJP ആദ്യമായിട്ട് അവിടെ ഒരു കോalition ഗവൺമെൻറ്റായിട്ട് വന്നു. 2001 ഫുൾ മെജോറിറ്റിയോടെ ജയിച്ചിട്ട് ഇന്ന് 28 വർഷമായിട്ട് ആ സംസ്ഥാനത്ത് ഭരണം പോയിട്ടില്ല. ഇന്നും ജനങ്ങൾ BJPയെ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. അതിന് കാരണം ഈ ഒരു കോർപ്പറേഷനിൽ നിന്ന് തുടങ്ങിയൊരു വിജയമാണ്. അത് തന്നെ ഒരു എക്സാമ്പിളാണ്. ഇതുപോലെ പല എക്സാമ്പിളുകളുണ്ട്. കാരണം കേരളത്തിലെ ആ കോർപ്പറേഷൻ വിജയം ചെറിയൊരു കാര്യമല്ല, അത് വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം ഇത് തലസ്ഥാന നഗരമാണ്, അവിടെയാണ് വിജയിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നല്ലൊരു ഗവർണൻസ് മോഡൽ, ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഗവർണൻസ് മോഡൽ നമുക്ക് നടത്താൻ പറ്റുമെന്നുള്ളത് അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ തീർച്ചയായിട്ടും നല്ലൊരു മേയറും ഡെപ്യൂട്ടി മേയറും ഇവിടെയുണ്ട്, നല്ലൊരു ടീമും ഇവിടെയുണ്ട്. ഇന്ന് രാജീവ് ചന്ദ്രശേഖരനെ പോലെ നല്ലൊരു വിഷണറി ആയിട്ടുള്ളൊരു നേതാവ് ഇവിടെയുണ്ട്. അപ്പം തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ ഇവിടെ ഇത് തന്നെയായിരിക്കും നമ്മുടെ ആ കേരള മോഡലിൻ്റെ ഒരു ഫൗണ്ടേഷൻ ബേസ്. ശരി. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പോൾ കേരളത്തിലെ BJP നേതാക്കളെ കുഴയ്ക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തുവാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ സെൻട്രലിൽ നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം വന്ന് അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ FCRA ഭേദഗതിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് തൽക്കാലത്തേക്ക് അത് മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതൊരു സംശയത്തിനിട നൽകിയിട്ടില്ലേ? FCRAയുടെ കാര്യം ഒക്കെ പറയുമ്പോൾ ഇത് ഒരുപാട് തെറ്റിദ്ധാരണകളായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ എന്ന് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ വളരെ കൺസേർട്ടഡ് ആയിട്ടുള്ളൊരു എഫേർട്ട് നടത്തുന്നു. സഭയുടെ നേതൃത്വത്തിലിരിക്കുന്നവർ തന്നെ അത് പറയുന്നുണ്ട്. അവരുടെ ഒരു കൺസേൺ ആയിരുന്നല്ലോ അത്. കൺസേൺ നാച്ചുറലാണ്. ഇപ്പം പുതിയൊരു നിയമം വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പം പലർക്കും പല രീതിയിലുള്ള കൺസേൺ വരാം. പക്ഷേ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പം കുറേ നാളുകൾക്ക് മുമ്പ് CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്ന സമയത്ത് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി. അവർ പറഞ്ഞത് ഇതിനകത്തുള്ള ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് സിറ്റിസൺഷിപ്പ് പോകും, അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം ആക്ടായി കഴിഞ്ഞു. ഇപ്പോൾ 2 ഹൗസിലും പാസ്സായി, പ്രസിഡൻ്റ് അത് സൈൻ ചെയ്തു. ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളും ഇന്ന് നല്ല രീതിയിൽ അത് നടന്നു വരുന്നുണ്ട്. പക്ഷെ അത് കാരണം ഇന്ത്യയിലുള്ള ഒരു പൗരൻ്റെയും സിറ്റിസൺഷിപ്പ് പോയിട്ടില്ല. അപ്പോൾ നടന്നത് നമ്മുടെ അയൽ രാജ്യത്തുള്ള പ്രോസിക്യൂട്ടഡ് ആയിട്ടുള്ള ചിലവരെ സഹായിക്കാൻ സാധിച്ചു. ഇതുപോലെ തന്നെയാണ് മറ്റൊരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നപ്പോഴും. ഇപ്പം വഖഫ് അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നു, അപ്പോഴും ഇതുപോലെ ഒരു കമ്മ്യൂണൽ ട്വിസ്റ്റ് നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടിയിൽ അവരതിൽ കൊണ്ടുവന്നു. അതായത്
ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ ലാൻഡ് പിടിച്ചു പറിക്കാനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം ഒരു സിസ്റ്റം കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആക്കി. അതിൽ കൂടുതലൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇത് ആക്റ്റാണ്. പക്ഷേ ഇവർ പറഞ്ഞിട്ടുള്ള ഒന്നും, അതായത് ഈ പറഞ്ഞിട്ടുള്ള ഒരു നെഗറ്റീവിസവും ഇതിൽ രണ്ടിടത്തും നടന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ തൽക്കാലത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. അതേ ഒരു കൺസേൺ സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് മാത്രമാണല്ലോ അല്ലേ? കാരണം ക്രിസ്ത്യൻ സമുദായത്തിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ BJP-യെയും NDA-യും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ മാറ്റി വെച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടല്ല നമ്മൾ ഇങ്ങനത്തെ ഈ സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനത്തെ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഒരു ഇതുപോലെ കൺസേൺ ഉള്ള ഒരു ബില്ലൊരിക്കലും 5 സ്റ്റേറ്റ് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് കൊണ്ടുവരേണ്ട ഒരാവശ്യവും ഈ ഗവൺമെൻറ്റിലില്ല. അല്ല, മറ്റ് സ്റ്റേറ്റുകളിൽ അത് ഗുണം ചെയ്യും. ബംഗാളിൽ ഗുണം ചെയ്യുമല്ലോ. ഇവിടെയാണല്ലോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ ഒരു ആശങ്കയുള്ളത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാണെന്ന് തന്നെ ചിന്തിക്കുന്നത് അത് ഒരു മിസ്ഇൻഫർമേഷനാണ്. കാര്യം സംശയിച്ചത് സഭകൾ തന്നെയാണ്. ഇന്ത്യയിൽ ഏകദേശം 10,000-കണക്കിന് NGOകളുണ്ട്. അതിൽ ഏകദേശം ക്രിസ്ത്യൻ NGOs 10% ഏതാണ്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം നോൺ ക്രിസ്ത്യൻ NGOs ആണ്. അപ്പം മൈനോറിറ്റി NGOs തന്നെ ഒരുപാടുണ്ട്. അപ്പം ഇത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് എതിരോ അല്ല. ഇതിലെ റിലീജിയസ് ആസ്പെക്റ്റേ ഇല്ല. ഈ ബില്ല് പറയുന്നത്, അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കുമ്പോൾ അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പം ആര് NGO നടത്തിയാലും അപ്പം അതിൻ്റെ ബൈലോസിൽ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഈ NGO. അപ്പം ഫോറിൻ ഫണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ എന്തിനാണിത് സ്വീകരിക്കുന്നത്. ഇതെല്ലാം വളരെ ക്ലിയറായിട്ട് ബൈലോസിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മാനദണ്ഡങ്ങളായിട്ട് എല്ലാവരും അനുസരിക്കേണ്ട കാര്യമാണ്. ഇപ്പം ഇൻഡിവിജ്വൽ ആയാലും കോർപ്പറേഷൻ ആയാലും ഇത് തന്നെയാണ്. ഇപ്പം ബിസിനസ് ചെയ്യുമ്പോഴും ഫണ്ടിങ് വാങ്ങിക്കുമ്പോഴും അല്ലെങ്കിൽ പേഴ്സണൽ ബിസിനസ് ചെയ്യുമ്പോഴും എല്ലാം ഇപ്പം കമ്പനി ബൈലോസ് ഉണ്ട്. അല്ലെങ്കിൽ ഫോറിൻ ഫണ്ട് സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുമ്പോഴുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. അപ്പോൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്ലോണ്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് അതിൻ്റെ നടപടി എടുക്കും. ഇതുപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫോറിൻ ഫണ്ട് സ്വീകരിക്കുമ്പോൾ ചില ട്രാൻസ്പെറൻസി, അതുപോലെ അക്കൗണ്ടബിലിറ്റി, നിങ്ങളുടെ ബുക്സിൽ ഇങ്ങനത്തെ ചില നോംസ് ഇതെല്ലാം ഫോളോ ചെയ്യണം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിനൊരു റിലീജിയസ് ആസ്പെക്റ്റേ ഇല്ല. അതിന് ഇതൊക്കെ ഉണ്ടാക്കാൻ കാരണങ്ങളുമുണ്ട്. കാര്യം ഇപ്പം പല NGOകളാണ്, അപ്പം പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇൻ്റർനാഷണൽ പ്രസൻസൊക്കെ ഉള്ളവരും ഇൻ്റർനാഷണൽ ഓഫീസുകളൊക്കെ ഉള്ളവരൊക്കെ പലരും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെല്ലാം ഫോറിൻ ഫണ്ട് കൊണ്ടുവരുന്നത് പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ്. സോഷ്യൽ സർവീസിൻ്റെ പേരൊക്കെ പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. പക്ഷേ പല ക്രിട്ടിക്കലായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ, ഇപ്പം കാശ്മീറും പഞ്ചാബും നോർത്ത് ഈസ്റ്റും ഒക്കെ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിൽ ഒരു മറ്റ് നാഷണൽ ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ സെക്യൂരിറ്റി കൺസേൺസ് ഉള്ള പല രീതിയിലും ഇത് ഉപയോഗിക്കുന്നതായിട്ട് എക്സാമ്പിൾസ് ഒരുപാടുണ്ട്. FCRA ഭേദഗതി കൊണ്ടുവരുന്നതിന് ലക്ഷ്യം തന്നെ അവരെ തടയുക എന്നുള്ളതാണ്. പക്ഷെ അത് ഇവിടെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതിന് വഴങ്ങുകയും ചെയ്തു ഇപ്പോൾ കേന്ദ്രം, അല്ലേ? കാരണം തൽക്കാലത്തെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണല്ലോ. ഇപ്പം പലരും കൺസേൺ പറഞ്ഞു. ഇപ്പം ഈ പറഞ്ഞവരെല്ലാമായിട്ട് ഇപ്പം ഭാരതീയ ജനതാ പാർട്ടിക്കും പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രിക്കും ക്രിസ്ത്യൻ സമുദായത്തിനോടും വലിയ മതിപ്പാണുള്ളത്. ഇപ്പോൾ 2-3 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചായിരുന്നു പ്രധാനപ്പെട്ട 75ഓളം ക്രിസ്ത്യൻ നേതാക്കളെ കണ്ടത്. ഞാനും അന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ മുന്നിട്ട് ഇവരോടെല്ലാം പറയുകയുണ്ടായി, ഇത് 2% ഇന്ത്യയിലുള്ളത്. പക്ഷേ ഇപ്പം ഹെൽത്ത് കെയർ ആയാലും എഡ്യൂക്കേഷൻ ആയാലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഇപ്പം പോപ്പുലേഷൻ സ്ട്രെങ്തിനേക്കാൾ വളരെ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതെല്ലാം വളരെ നല്ല രീതിയിൽ ഇന്ത്യയുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ തന്നെ അത്രയ്ക്ക് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളൊരു പില്ലേഴ്സിലൊന്നാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഇപ്പം മറ്റെല്ലാ മേഖലയിലും, ഇപ്പം ഡിഫൻസ് ഫോഴ്സസ് ആയാലും ആം ഫോഴ്സസ് ആയാലും നമ്മുടെ സയൻറ്റിസ്റ്റുകളായാലും എല്ലാ മേഖലയിലും നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ എക്സാമ്പിളും ഉദാഹരണവും എല്ലാം പ്രധാനമന്ത്രി തന്നെയാണ് ഇവരുടെ അടുത്ത് വളരെ ആവശ്യത്തോടെയും പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിനും ഈ കമ്മ്യൂണിറ്റിയോട് ഒരുപാട് താല്പര്യമുണ്ട്. ഇതുപോലെ ഛത്തീസ്ഗഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ ഈ ക്രൈസ്തവ സമുദായ വൈദികർ ആക്രമിക്കപ്പെടുന്ന സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ അത് സംസ്ഥാനത്ത് BJPക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ? താങ്കളെ പോലുള്ള നേതാക്കൾക്ക് വ്യക്തിപരമായിട്ട് പോലും അത് ന്യായീകരിക്കേണ്ടി വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് വലിയൊരു രാജ്യമാണിത്. ലോകത്തിലെ 1/6 പോപ്പുലേഷൻ ഇവിടെയാണ്. BJP എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഇപ്പം ചില എലമെൻറ്റുകളെല്ലാം നേതൃത്വത്തെ പോലെ ചിന്തിക്കുന്നവരല്ല. ചിലവരൊന്നും BJP ആയിട്ട് പോലും ബന്ധമില്ലാത്ത സംഘടനകളാണ് ഇങ്ങനെ ഒരുപാട് ചില ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ റെസ്പോൺസിബിലിറ്റി ആക്കി മാറ്റാൻ ശ്രമിക്കുന്നതും ഒരു പ്രതിപക്ഷ അജണ്ട തന്നെയാണ്. കാര്യം ഈ പറഞ്ഞ
പല ഇതിലും BJP പ്രവർത്തകരോ അല്ലെങ്കിൽ പാർട്ടിക്കോ അതിലൊരു പങ്കുമില്ല. അതൊക്കെ മറ്റ് ചില സംഘടനകളാണ്. ഇവർ ചെയ്യുന്നതൊക്കെ അവസാനം BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാക്കി മാറ്റാനെന്ന പ്രതിപക്ഷത്തെ പലരും ശ്രമിക്കുന്നുണ്ട്. ശരി, താങ്കളിപ്പോൾ ഒരു വ്യക്തിപരമായിട്ടൊരു ചോദ്യമാണ്. ഇപ്പോൾ ശ്രീ A.K. ആന്റണി തൽക്കാലം രാഷ്ട്രീയത്തിൽ നിന്നൊരു വിരമിച്ച രീതിയിലാണ്. അദ്ദേഹം അങ്ങനെ തന്നെ പറയാറുണ്ട്, ഞാൻ വിരമിച്ച ആളാണല്ലോ എന്ന്. താങ്കളുടെ ഒരു BJP പ്രവേശനം അതിന് കാരണമായിട്ടുണ്ടോ? അതുവരെ അദ്ദേഹം ആക്റ്റീവായിരുന്നു. ഇല്ല, അദ്ദേഹം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ രീതിയിൽ സഞ്ചരിച്ചൊരു വ്യക്തിയാണ്. ഇപ്പം 2022 തന്നെ എനിക്ക് തോന്നുന്നു പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ഇനി ഞാൻ അത്രയ്ക്ക് സജീവമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, എന്നോട് സംസാരിച്ചിട്ടുമില്ല ഇതുവരെ. അതിന് മുമ്പും സംസാരിച്ചിട്ടില്ല, BJP വന്നതിന് ശേഷവും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതനുസരിച്ച് അദ്ദേഹം എന്തെങ്കിലും തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വളരെ ഇൻഡിപെൻഡൻ്റ്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളിലൊന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് മറ്റ് ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്യുന്നതനുസരിച്ച് അദ്ദേഹം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അല്ല, അദ്ദേഹത്തിന്റെ മനസ്സ് വിഷമിച്ചെന്നോ അദ്ദേഹത്തിന് പലരോടും ഇതിനെക്കുറിച്ച് ഉത്തരം പറയേണ്ടി വരുന്നല്ലോ എന്നുള്ള കൺസേൺ താങ്കൾക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല അല്ലേ? ഇല്ല, അദ്ദേഹത്തിൻ്റെ രീതിയിൽ ജീവിക്കുന്ന പോലെ തന്നെ ഞാൻ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഞാനൊരു വ്യക്തിത്വമാണ്. അതുപോലെ ഇന്ന് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നല്ലൊരു രീതിയിലല്ല പോകുന്നത്. അത് ഞാൻ മാത്രമല്ല, ഒരുപാട് പേർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ന് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരും ഇന്ത്യയും നല്ല രീതിയിൽ തന്നെ പോകുന്നുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. അതിൽ വേറെ എക്സ്പെക്റ്റേഷനൊന്നുമില്ല. അതായത് നേഷൻ ബിൽഡിങ്ങിന് വേണ്ടി ഇന്ന് പ്രധാനമന്ത്രി ലക്ഷക്കണക്കിന് യുവതിയുവാക്കളെ ഈ പ്രസ്ഥാനത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അതിലൊന്നായിട്ട് വന്നു പാർട്ടി. മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ശ്രീ A.K. ആന്റണി താങ്കളുടെ ലൈഫ് സുഗമമാക്കിയെന്ന്. കാരണം താങ്കൾ പോകുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് BJPയിലേക്ക്. അദ്ദേഹത്തിന് ഇതിലൊരു പങ്കുമില്ല. അദ്ദേഹത്തിനോട് ഞാൻ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചും അധികം ഒരുപാട് നാളായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഈ പാർട്ടിയിൽ വന്നു കഴിഞ്ഞിട്ട് രാഷ്ട്രീയം സംസാരിക്കാറില്ല. ഇപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴും നമ്മുടെ ഒരു കോൺവെർസേഷനിലും രാഷ്ട്രീയം ഇല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, എനിക്ക് എൻ്റെ രാഷ്ട്രീയം. ഇപ്പോൾ ഒരേ വീട്ടിൽ തന്നെയാണ് താമസം കേരളത്തിൽ വരുമ്പോൾ? ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അല്ല, ഇവിടെ കേരളത്തിൽ വരുമ്പോൾ? കേരളത്തിൽ വരുമ്പോൾ എല്ലായിടത്തും പോകാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഫിക്സഡ് റെസിഡൻസ് ഇല്ല എനിക്ക്. കുടുംബമായിട്ട് നല്ല ബന്ധം തന്നെയാണ് കേരളത്തിൽ, തിരുവനന്തപുരത്ത് വരുമ്പോൾ അല്ലേ? എല്ലാവരുമായിട്ടും പേഴ്സണലി നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു അല്ലേ, കുടുംബമാണ്. പക്ഷേ രാഷ്ട്രീയമാണ്. അല്ല, രണ്ടും രണ്ടാണ്. ഇപ്പോൾ കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം താങ്കളുടെ ശ്രദ്ധയിലുള്ള കാര്യമാണല്ലോ. ഇപ്പോൾ രമേശാണോ, സതീശനാണോ, KC ആണോ എന്നൊക്കെയുള്ള തർക്കമുണ്ട്. താങ്കൾ ഇത് ചെറുപ്പത്തിൽ കുറെ കണ്ട കാര്യമല്ലേ? ഇപ്പോൾ A.K. ആന്റണിയും K. കരുണാകരനും തമ്മിലുള്ള തർക്കമൊക്കെ. അപ്പോൾ താങ്കൾക്ക് അത് എങ്ങനെയാണ് തോന്നുന്നത്, ഇപ്പോഴത്തെ ഈ കോൺഗ്രസിലെ തർക്കം? പുതിയ കാര്യമൊന്നുമല്ല. ഏത് പാർട്ടി ആയാലും ഒരു താക്കോൽ സ്ഥാനത്തിന് വേണ്ടി തർക്കങ്ങളൊക്കെ ഉണ്ടാകും. അത് പുതിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷനിൽ കേരളത്തിൽ നിന്ന് ഒരു UDF സർക്കാർ തിരിച്ചു വരുന്നതും വലിയ കേരളം മലയാളികൾക്ക് നല്ല കാര്യമല്ല, കേരളത്തിനോ നല്ല കാര്യമല്ല. ഇന്ന് ഇടതുപക്ഷം മൂന്നാമത് വരുന്നതിൻ്റെ ആ ഡേഞ്ചർ പോലെ തന്നെ അപകടകരമാണ് UDF ഒരിക്കൽ കൂടെ തിരിച്ചു വരുന്നത്. രണ്ടായാലും നാട്ടുകാർക്ക് അത് കാരണം വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്ന് കേരളത്തിനുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു BJP നയിക്കുന്ന NDA സർക്കാർ എത്രയും പെട്ടെന്ന് വരിക എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും നല്ലൊരു അവസരമാണ് 2026 കിട്ടുന്നത്. ജനങ്ങൾ അതിനു വേണ്ടി വോട്ട് ചെയ്യുന്നു തന്നെയാണ് നമ്മുടെ വിശ്വാസം. ശരി, നന്ദി. എന്തായാലും